ഹായ് ഗായ്സ്, അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നലെ ബീച്ചിൽ പോയി കൊണ്ട് ചെരുപ്പിൽ ഫുള്ള് മണ്ണാണ്. അപ്പോൾ 2 ദിവസമായിട്ട് അനു വീട്ടിലില്ല. അനു ഒരു പരിപാടിക്കായിട്ട് പോയതിനു കോട്ടയം വരെ. അപ്പോൾ നമ്മൾ ട്രെയിനിൻ്റെ സൗണ്ട് നമുക്ക് ഇവിടെ വരെ കേൾക്കും കേട്ടോ, വീട്ടിൽ വരെ കേൾക്കും. തൊട്ടപ്പുറത്തിൻ്റെ കൂടെയാണ് ട്രെയിൻ പോവുക. തൊട്ടപ്പുറം പറഞ്ഞാൽ കുറച്ചും കൂടി അപ്പുറത്ത്. അപ്പോൾ നമ്മൾ അനുവിനെ കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. പോലെ അപ്പം നമ്മളെ കൂടെ ഉള്ളത് സൽമാനിക്ക, വീഡിയോ എടുക്കുന്ന നമ്മൾ സ്വന്തം ഫയാസിക്കയാണ്. നമ്മൾ ഇത്ര എനർജിയിൽ നിൽക്കണത് വേറെ ഒന്നുമല്ല കേട്ടോ. ഇപ്പോൾ സമയം 5:30. നമ്മൾ പൊലച്ചൊക്കെ എണീച്ചതേനു. പൊലച്ചൊക്കെ എണീച്ചിട്ട് അത്തായൊക്കെ കഴിച്ച് ഇനി നേരെ അനുവിനെ കൂട്ടാൻ പോവാണ്. അനുവിൻ്റെ കൂടെ ഷാനും ഉണ്ട്. ഇതാ നമ്മളെ കൂടെ ഇവിടെ ഇമ്മച്ചി അവർകൾ ഉണ്ട്. ഇപ്പച്ചി അവിടെ കിടക്കുന്നുണ്ട്. പോരട്ടമ്മ, കൂട്ടിയിട്ട് വരാം ഗൈസ്. അപ്പോൾ നമ്മളെ വണ്ടി ഇന്നലെ നമ്മൾ വന്നപ്പോൾ തന്നെ ഫുൾ ക്ലീനാക്കി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. അതിന് കാണുമ്പോൾ ആ ഒരു വന്നാൽ തന്നെ എവിടുക്കച്ച കൊണ്ടേക്കോളി കേക്ക് ഇടണം നടക്കണ്. അതുകൊണ്ട് അപ്പോൾ എല്ലാവരും വിചാരിക്കുക കാണുമ്പോൾ സന്തോഷത്തോടെ എഴുതിയിട്ടാണ് നമ്മൾ കേക്ക് ഇട്ടത്. വേറെ ഒന്നുമല്ല, ചീത്ത ഇട്ടുണ്ടല്ലോ ഇതിട്ട് കേക്ക് ഇട്ടാണ്. ബാങ്ക് കൊടുത്തു. ഇനി നമ്മളെന്തായാലും പോയേക്കാം. ഇനിയിപ്പോൾ നേരം വൈകി അതിനും ചീത്തയേക്കാം. നമുക്ക് എന്തായാലും പോവാം. ഇന്നലെ നമ്മൾ CNG ഫുൾ ടാങ്ക് അടിച്ചിട്ടിരിക്കണം. കാണുമ്പോൾ ഒരു സന്തോഷമായിക്കോട്ടെ വെച്ചിട്ട്. അതുകൊണ്ടല്ല കേട്ടോ, എന്നാൽ ചീത്ത ഇട്ടണ്ട വെച്ചിട്ടാണ്, വേറെ ഒന്നുമല്ല. ഒന്നും സന്തോഷത്തിന് വേണ്ടിയല്ല, ഏയ് അതാണ് ഉമ്മച്ചിൻ്റെ സ്നേഹം. ഗേറ്റാണ് തുറന്നിട്ടെന്ന്. നമ്മളവിടെ എത്തുമ്പോൾ ഇപ്പോൾ ഗേറ്റ് തുറക്കേണ്ട ആലോചിച്ചപ്പോഴത്തേനും ഉമ്മച്ചി ഗേറ്റ് തുറന്ന് പോയിട്ടാ. നമ്മൾ മനസ്സിൽ കാണുമ്പോൾ ഉമ്മച്ചി മാനത്ത് കാണും. അങ്ങനെയാണ് ഉമ്മച്ചിൻ്റെ ആ ഒരു ഇത്. നല്ല സുഖല്ലേ. ചാടി കുറച്ച് കഴിയുമ്പോൾ കാണാം. രാവിലെ ആകുമ്പോൾ കാണാം ഓഫായി കണ്ട് നിൽക്കാം. ഒരു 3 മിനിറ്റ് ഇറങ്ങി. നോമ്പ് തുറന്നില്ലേ? അല്ല, നോമ്പ് തുടങ്ങിയില്ലേ? ഇങ്ങനത്തെ കൂട്ടുകാരനെ മെൻഷൻ ചെയ്യും. സൽമാനെ ഇപ്പത്തുന്ന വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ. അവിടെ എത്തിയെന്ന് പറഞ്ഞാൽ മതി. ഇപ്പൊ എത്തുന്നല്ല പറഞ്ഞേ. നമ്മളിപ്പോ അവിടെ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞവർക്ക് ഭയങ്കര സങ്കടമാവും. അപ്പൊ എത്തിക്കണെന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് ഒരു പിടിച്ചേക്കും. ഇനി എത്താനാവുമ്പോ ഇതാ എത്തിന്ന് പറഞ്ഞ ഒരു 5 മിനിറ്റും കൂടെ കിട്ടും. ഈ നേരത്തെ കൈയാട്ടർ പേടിപ്പിച്ചല്ലിട്ടാ. ഗൈസ്, അപ്പം അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അധികമൊന്നുമില്ല, നമ്മളൊരു ജസ്റ്റ് ഒരു 2-3 മിനിറ്റേ പോസ്റ്റ് കൊടുത്തിട്ടുള്ളൂ. ഇത്രയൊക്കെ നമ്മളെ കൂടെ ചെയ്യാൻ പറ്റുള്ളൂ. ചെന്നാൽ 2 ആളെയും വാരി ഇരിക്കണത് വേറെ കേൾക്കാം. കുറച്ചെടുക്ക്. താങ്ക് യു. അതവിടെ ഒക്കെ ഫോൺ വിളിച്ചിട്ടുണ്ട് കേട്ടോ. എടുക്കണ്ട എന്ത് ദൂരിക്കാൻ സ്ഥലത്ത് പിടിക്ക്. പിടിച്ചൊരു ഫോൺ പിടിക്കണ ഒന്നും തിന്നില്ല. എന്തേ സാറില്ല. ഇതിപ്പോൾ ചളിയാതാട്ടോ. കേക്ക് ചെയ്യുന്നല്ലോ. ഇന്ന് രാത്രി ബ്ലാക്ക് വണ്ടി ആയതുകൊണ്ടേ നിങ്ങളൊക്കെ നീച്ച് വലിച്ചൊക്കെ നീച്ച് ഞങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ രാപ്പകലില്ലാതെ ഉറങ്ങാതെ പോവാ. മനസ്സിലായോ? എങ്ങനെ ഉണ്ടായിരുന്നു 2 ദിവസത്തെ കോട്ടയം യാത്ര? നോമ്പ് നോറ്റുള്ള ആ ഒരു യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? പറയാ വേദി കയറി പ്രസംഗിച്ചാൽ കയറി തുറന്നുള്ളൂ. കൊരലാണ് പൊട്ടിയിട്ട് തൊണ്ട പറ്റിയിട്ട് വെള്ളം കുടിച്ചാനോ വെച്ചാ എന്താ ചെയ്യാ. ഈ കോളേജിലെ
പ്രിയപ്പെട്ട തുപ്പലിങ്ങട്ട് ഇവിടുന്നിങ്ങട്ട് എടുക്കണ്ട ഇങ്ങോട്ട് ഉമിനീര് എടുത്ത് ഇങ്ങനെ ഇറക്കി വിട്ടൊക്കെയാണ്. പക്ഷെ ആ കോളേജുകാർ നല്ല കോളേജുകാർ കേട്ടോ. ഓല് 10-35 മിനിറ്റ് ആയപ്പോഴത്തേ നിങ്ങൾ കുഴങ്ങിക്കണേ, നിങ്ങൾ പോയിക്കോളി, മാറി കൊടുക്കണായിരുന്നു. കോട്ടയായിരുന്നു മൂപ്പര്, പോയിക്കോട്ടെ പാവുണ്ട് പോയിക്കോട്ടെ. ഫോട്ടോ എടുത്താണ്ട് അതിനെ വലിയ ഇടങ്ങാറാക്കണ്ട, അത് പോട്ടെ പോയിക്കോട്ടെ പറഞ്ഞു. അതിന് ഞാൻ അന്തം വിട്ടേ, ഇത്ര നല്ല കോളേജുകാർ അങ്ങനെ ആക്കി തന്നെ നമ്മളെ എന്താ പ്രശ്നം? ഇതെന്താ സ്റ്റിക്കർ പറിച്ചിടാൻ പറഞ്ഞത്? ഫിഫിന്റെ തുണിയല്ലേ അവിടെ കിടക്കണ്ടേ എടുത്തിട്ട്? അല്ല അപ്പൊ കടന്നപ്പോ ഓൻ കടന്ന പോലെ വലിച്ചൂരി പോരാ. ഏറ്റം സാറാടെ പോവാ. ഷാനുവിന് എങ്ങനെ ഉണ്ടായിരുന്നു നോമ്പ് പോയിട്ടുള്ള ആ ഒരു മാനേജിങ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? കഴിഞ്ഞോ? കുറച്ചേ വണ്ടി ഓട്ടണോ? പുതിയ വണ്ടിയാണ് ഓട്ടി വെച്ചാൽ എങ്ങനെയുണ്ട്? ഫുഡില്ല അല്ലേ? എഞ്ചിന്ന് 2 വട്ടം ഫുൾ ടാങ്ക് അടിച്ചു. ആദ്യമേ ഇരിക്കണത് ഈസാന്റെ തൊണ്ട പോയിക്കുണ്ടോ? തൊണ്ടയില് പീപ്പിന്റെ അച്ഛൻ വരിക, വർത്താനം പറഞ്ഞോണ്ടിരിക്കണ്ടല്ലേ? എന്താ കറക്റ്റ്. നമ്മള് വീട്ടിലെത്താനായി ഗൈസ്. ഇവിടെ ഇനി പൊടിന്റെ ഇതുകൊണ്ട് പറപ്പിച്ചു വിടുകയാണ് എല്ലായിടത്തും ഫുള്ള് പൊടി. എന്നിട്ടാ പണിയെടുക്കുക. ഇനിയൊന്നും പറയാനില്ല എല്ലാവർക്കും. ഗൈസ് അങ്ങനെ നമ്മൾ ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. സമയം നോക്കൂ, 5:45, 6 മണി. കുറച്ചുകൂടി കഴിഞ്ഞാൽ നേരം വെളുക്കും. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഇനി പോയി കടന്നുറങ്ങട്ടെ, സുബഹിസ്കരിച്ചിട്ട് എല്ലാവരും. ഇതാ ഞാൻ അലക്കി ഇവിടുന്ന് എടുത്തേ, കൊടുക്കാം. അനുവിൻ്റെ ഇത് അനുവിൻ്റെ മൈക്കും അനുവിൻ്റെ. ഇപ്പൊ ഫോണ് മാത്രമേ ഇല്ലേ? ഇനിയിപ്പോൾ മൈക്കൊക്കെ തിരിച്ചേൽപ്പിക്കട്ടെ. അനുവിന് വ്ളോഗ് എടുക്കണ്ടേ. അപ്പോൾ ഗൈസ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.